ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിനൊക്കെ ചോദിച്ച ജോഗ്രഫിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോഗ്രഫിയുടെ ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം, ഇത് പാർട്ട് 1 ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഇനി ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് തുടർന്ന് വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഭൂമിയുടെ പാളികൾ ഏകദേശം ആഴം, അങ്ങനെ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ 1 ഭൂവൽക്കം, അതിൻ്റെ ആഴത്തിന് നേരെ 40 മുതൽ 2900 കിലോമീറ്റർ വരെ ചേരുമ്പടി ചേർക്കാനാണ്. രണ്ടാമത്തേത് മാൻറ്റിൽ, അതിന് നേരെ 0 മുതൽ 40 കിലോമീറ്റർ വരെ. മൂന്നാമത്തേത് പുറക്കാമ്പ്, 2900 മുതൽ 5150 കിലോമീറ്റർ വരെ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താണെന്ന് നോക്കാം. ഭൂവൽക്കമാണ് 0 മുതൽ 40 കിലോമീറ്റർ വരെ. മാൻഡിൽ എന്ന് പറയുന്നത് 40 മുതൽ 2900 കിലോമീറ്റർ വരെയാണ്. ദെൻ പുറക്കാമ്പാണ് വരുന്നത് 2900 മുതൽ 5150 വരെ. ദെൻ അകക്കാമ്പ് 5150 മുതൽ 6370 കിലോമീറ്റർ വരെ വരുന്നു. ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ച കുറച്ച് ഫാക്ട്സ് നോക്കാം. ഭൂഖണ്ഡ ഭാഗത്തിൻ്റെ പ്രധാന ധാതു ഘടകങ്ങൾ സിലിക്കയും അലുമിനിയവുമാണ്. ഇതിനെ സിയാൽ എന്ന് വിളിക്കുന്നു. ഭൂഖണ്ഡ ഭാഗത്തിൻ്റെ പ്രധാന ധാതു ഘടകങ്ങൾ സിലിക്കയും അലുമിനിയവുമാണ്. ഇതിനെ സിയാൽ എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റ്, സമുദ്രോപരിതലത്തിൽ പ്രധാനമായി സിലിക്കയും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇതിനെ സിമ എന്ന് വിളിക്കുന്നു. സമുദ്രോപരിതലത്തിൽ, ഇപ്പൊ ഭൂവൽക്കത്തിൽ തന്നെ നമ്മൾ സമുദ്രോപരിതലമെന്നും അതുപോലെ തന്നെ ഭൂഖണ്ഡ ഭാഗമെന്ന് 2ആയി തിരിക്കുന്നുണ്ട്. അതിൽ സമുദ്രോപരിതലത്തിന്റെ പ്രധാനമായി സിലിക്കയും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇതിനെ സിമ എന്ന് വിളിക്കുന്നു. എന്നാൽ അത് ഈ ഭൂവൽക്കത്തിൻ്റെ തന്നെ ഭൂഖണ്ഡ ഭാഗത്തിനാണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. ദെൻ അടുത്ത പോയിന്റ് ആണ്, മാൻഡിൽ ഭൂവൽക്കത്തിനു താഴെയായി സ്ഥിതി ചെയ്യുന്നു. മാൻഡിൽ ഭൂവൽക്കത്തിൻ്റെ തൊട്ടു താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. ഭൂമിയുടെ സെൻറ്ററാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ് അല്ലെങ്കിൽ കോർ. ഇവ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നു. കാമ്പിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രതട വ്യാപനം ഉണ്ടാകുന്നത് ഏത് ഫലക സീമയിലാണ്? ഓപ്ഷൻ എ സംയോജിക സീമ, ബി വിയോജക സീമ, സി ഛേദക സീമ, ഡി 3. ഓപ്ഷൻ എ ആണ് ആൻസർ. സംയോജിക സീമയിലാണ് സമുദ്രതട വ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച ഫാക്ട്സ് നോക്കാം. ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് വിയോജക സീമ. വിയോജക സീമയുടെ ഉപരിതലത്തിൽ എത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിൻ്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസമാണ് സമുദ്രതട വ്യാപനം. ലോകത്ത് 200 ദശലക്ഷം വർഷത്തിനുമേൽ പഴക്കമുള്ള കടൽത്തറകൾ ഇല്ലാത്തത് സമുദ്രതട വ്യാപനത്താലാണ്.